നിത്യവിശുദ്ധിയാം കന്യാമറിയമേ, നിൻ നാമം വാഴ്ത്തപ്പെടട്ടെ. നന്മ നിറഞ്ഞ നിൻ സേവവാത്സല്യങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ. അപ്പോൾ ഇന്ന് മറിയത്തിനെ കുറിച്ചാണ് ഇന്ന് എത്തി. എങ്ങനെയാണ് മറിയം യേശുവിന് ജന്മം നൽകുന്നത്? യേശു ദൈവപുത്രനാണ്? ഇതിനുള്ള ചോദ്യമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ദൈവം മലക്കിനോട് പറയുകയാണ്, നീ മറിയത്തിന് ഒരു പുത്രനെ കൊടുക്കണമെന്ന്. അങ്ങനെ മലക്ക് മനുഷ്യരൂപം കൊണ്ട് മറിയത്തിൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. മറിയത്തിനോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ അറിയിക്കുകയാണ്. അപ്പോൾ മറിയം പറയുകയാണ്, ഞാൻ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്? പ്രായാധിക്യവും എനിക്ക് ഏറെയായിരിക്കുന്നു. അപ്പോൾ മലക്ക് പറയുകയാണ്, ദൈവത്തിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല മറിയം, നീ ഇത് സ്വീകരിക്കുകയില്ലെന്ന്. അങ്ങനെയാണ് മറിയം പുത്രന് ജന്മം നൽകുന്നത്. മലക്കിൽ നിന്നാണ്, അതും സാധാരണ രീതിയിലല്ല, തുടയിൽ നിന്നാണ് ഈ ജന്മമുണ്ടാക്കുന്നത്. മലക്ക് മറിയത്തിനോട് പറയുകയാണ്, ഈ കുട്ടി ലോകത്തിന് ഒരു അടയാളമായി മാറും. അതുമാത്രമല്ല, സത്യസന്ധനും പരോപകാരിയും ആയിത്തീരുകയും ചെയ്യും. പുത്രനെ ജന്മം നൽകിയതിനു ശേഷം മറിയം ജനങ്ങളുടെ ഇടയിൽ വഴിപിഴച്ചവളെന്ന് ആരോപിക്കപ്പെടുകയാണ്. അപ്പോൾ തൊട്ടിലിൽ കിടന്നുകൊണ്ട് തന്നെ തൻ്റെ മാതാവ് പതിവ്രതയാണെന്ന് യേശു വിളിച്ചു പറയുകയാണ്. താൻ പ്രവാചകപുത്രനാണെന്നും ദൈവദൂതനാണെന്നും യേശു പറയുകയാണ്. അപ്പോൾ നിങ്ങൾ തന്നെ പറയാം, ദൈവമാണോ യേശുവിൻ്റെ അച്ഛൻ? ഓരോ പ്രാവശ്യം ദൈവപുത്രൻ ദൈവപുത്രൻ എന്ന് പറയുമ്പോൾ ദൈവത്തിനെ അപമാനിക്കുന്നതിന് തുല്യമായി തീരുകയാണത്. യേശു ദൈവദൂതനാണ്. ദൂതന്മാരിൽ ഒരുപാട് പ്രാധാന്യം അറിയിക്കുന്ന ആളാണ് റസൂല്, യേശു, കൃഷ്ണൻ. അപ്പോൾ ഹാപ്പി മോർണിംഗ്.